കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ. നമസ്കാരം. എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ സെഗ്മെന്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്ന കടം, എല്ലാവരും വന്ന് പറയുന്ന ഭയങ്കര കടമാണ്. ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ട് എൻ്റെ കടം വീടുന്നില്ല. അവിടെ കടമാണ്, ഇവിടെ കടമാണ്, ബാങ്കിൽ കടമാണ്, അത് അടയ്ക്കാനുണ്ട്, ഇത് അടയ്ക്കാനുണ്ട്, പലിശയുണ്ട്. എന്തുകൊണ്ടാണ് ഈ കടം വരുന്നത്? അവൻ തന്നെ വരുത്തി വയ്ക്കുന്നതാണ് കടം. ആഗ്രഹങ്ങൾക്ക് പുറകെ പോകുമ്പോഴല്ലേ കൂടുതൽ കടം ഉണ്ടാകുന്നേ, അല്ലേ? എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കൂടെ വേണം. നോക്കിയിട്ടേ ആഗ്രഹങ്ങൾക്ക് പുറകെ പോകാം. എല്ലാ ആഗ്രഹങ്ങൾക്കും പുറകെ പോകാൻ പാടില്ല. കാരണം നമുക്കൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപയുടെ ഒരു വീട് വെക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് അടയ്ക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ടെങ്കിൽ മാത്രമേ എടുക്കാവൂ, അല്ലേ? എന്ന് പറഞ്ഞ പോലെ കടബാധ്യത എങ്ങനെ തീർക്കാം? ഇതൊരു കുറ്റമല്ല. എല്ലാവരുടെയും ആഗ്രഹമാണ്. ഒരു വീട് വേണം, വസ്തു വേണം, ഭൂമി വേണം, വാഹനം വേണം, ആഡംബരം വേണം, വസ്ത്രം വേണം. ഇതൊക്കെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അതങ്ങനെ വാങ്ങിയാൽ തിരിച്ചുകൂടെ കൊടുക്കത്തക്കതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കൂടെ വേണം. അല്ലെങ്കിൽ നമ്മൾ കള്ളനായി പോയില്ലേ? അല്ലെങ്കിൽ ഉള്ളതുകൂടി ഇല്ലാണ്ടായി പോയില്ലേ? അപ്പോൾ ഉള്ളതുകൊണ്ട് പഴയ കാലത്ത് പറയുന്നത് സത്യമാണ്. ഉള്ളതുകൊണ്ട് ഓണം പോലെ ജീവിക്കുക എന്നുള്ളത് സത്യസന്ധമായിട്ടുള്ള കാര്യം. പിന്നെ കടങ്ങൾ ഏറ്റു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അതിനെ തരണം ചെയ്തു പോകാനാണ് മന്ത്രവും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുക എന്നൊക്കെ പറയുന്നത്. ഋണമോചന മന്ത്രം അല്ലെങ്കിൽ കടബാധ്യത, ഒരുപാട് മന്ത്രമുണ്ട് ഋണമോചനത്തിന് വേണ്ടിയുള്ള. അതിൽ ഈ പെട്ടെന്ന് നമുക്ക് ജപിച്ച് രക്ഷപ്പെടാനുള്ള ഒരു മാർഗമാണ് കനകധാരാസ്തവം. പഴയ കാലത്ത് ശങ്കരാചാര്യർ ഇല്ലത്ത് പോയ സമയത്ത് ഇല്ലത്തെ ദാരിദ്ര്യം കണ്ട്, പഴയ കാലത്തെന്ന് പറഞ്ഞാൽ ഇല്ലത്തെന്ന് പറഞ്ഞാൽ അതുപോലെ ദാരിദ്ര്യമായി പോയി. അതുപോലെ കോടീശ്വരരായിരുന്നതായിട്ടുള്ള ഇല്ലം, അതുപോലെ ആഠ്യതയിൽ ജീവിച്ചിരുന്ന ഇല്ലം പട്ടിണി കൊണ്ട് ഒരു ഗ്ലാസ് വെള്ളം, ഒരു നേരത്തെ ആഹാരം പോലും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ശങ്കരാചാര്യർ അവിടെ ചെല്ലുകയും അവിടുത്തെ അമ്മയാണ് ഒരു നെല്ലിക്കായി ഒരു ഗ്ലാസ് വെള്ളവും കൂടെ കൊടുക്കുകയും ചെയ്ത് കഴിഞ്ഞപ്പോൾ ശങ്കരാചാര്യർക്ക് പോലും സങ്കടം വന്നതിന് ശേഷം ഭഗവതിയായിരിക്കുന്ന അല്ല ദേവിയായിരിക്കുന്ന മഹാലക്ഷ്മി എന്ന് പറഞ്ഞാൽ മഹാലക്ഷ്മി തന്നെ, ആ മഹാലക്ഷ്മിയെ അതിഗൂഢമായിട്ട് അവിടെ ഇരുന്നിട്ട് അദ്ദേഹം പ്രാർത്ഥിച്ചിട്ട് മഹാലക്ഷ്മി ദേവിയുടെ അങ്കലാവണ്യ ഉച്ച മുതൽ ഉള്ളങ്കാല് വരെയുള്ള ശരീരഘടനകളെ കാമദേവൻ പോലും ആകർഷിക്കുന്ന തരത്തിലുള്ള രീതിയിൽ വർണ്ണിക്കുന്നതായിട്ടുള്ളൊരു സ്തോത്രമാണ് കനകധാരാസ്തവം. അത് നമ്മുടെ മനസ്സിൽ ഉൾക്കൊണ്ട്, നമ്മൾ ദേവിയെ മനസ്സിൽ നന്നായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഉച്ചി മുതൽ ഉള്ളങ്കാല് വരെ വശ്യശക്തിയോടുകൂടി, കാമദേവൻ്റെ പവറോടുകൂടി, വശ്യതയോടുകൂടി മഹാവിഷ്ണു സങ്കല്പത്തിലും ലക്ഷ്മി സങ്കല്പത്തിലും ജപിച്ചു കഴിഞ്ഞാൽ ഏത് കടത്തിനും കുറേയൊക്കെ മുക്തി നേടാൻ പറ്റും. അല്ലെ ഋണമോചനം, ഋണത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഏറ്റവും നല്ലൊരു മാർഗമാണ് കനകധാരാസ്തവം. ആ ഒരു മന്ത്രത്തിൻ്റെ ആദ്യം ഞാൻ പറഞ്ഞുതരാം. അംഗംഹരേ പുളകഭൂഷണമാശ്രയന്തിം ശൃംഗാംഗനേവ മുകുളാഭരണന്തമാലം അംഗീകൃതാഖില വിഭൂതിരപാങ്കലീലാമംഗല്യദാസ്തു മമ മംഗളദേവതായ. പിന്നെ ഉണ്ട് മുക്താമുഖർവിധി. ഇതിൻ്റെ ഈ 4 ലൈൻ തന്നെ ഒരു 16 വട്ടം ദിവസം ജപിച്ചു കഴിഞ്ഞാൽ കുറേയൊക്കെ, കുറച്ചൊക്കെ 22 സ്റ്റാൻസയാണതുള്ളത്, അത് കുറേയൊക്കെ കടങ്ങളോ കുറേയൊക്കെ മാനസിക അസ്വസ്ഥതയൊക്കെ മാറിക്കിട്ടാനായിട്ട് കനകധാരാസ്തവം കൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാകും. നമ്മൾ സാധാരണ ഒരു അമ്പലങ്ങളിലൊക്കെ ഈ 4 ലൈൻ മാത്രം ജപിച്ചാണ് അർച്ചന നടത്തി കനകധാരാസ്തവ സ്തോത്രം അല്ലെങ്കിൽ അതിൻ്റെ അർച്ചന നടത്തുകയാണെങ്കിൽ ഈ 4 ലൈൻ ഇപ്പോൾ ഒരു 16 രൂപ ഒക്കെ ജപിച്ചേ തരാൻ പറ്റും. കാരണം എന്താ വെച്ചാൽ അമ്പലത്തിലെ ചിട്ടവട്ടം അനുസരിച്ചിട്ട് ഇത് 108 രൂപ ജപിക്കാനിരുന്ന് കഴിഞ്ഞാൽ അമ്പലത്തിലെ പൂജ മുടങ്ങിപ്പോകും. അമ്പലത്തിൽ ദേവന് കൊടുക്കാനുള്ള സംഭവങ്ങളുണ്ട്. അതുകൊണ്ടാണ് ഈ 4 ലൈൻ മാത്രം അവർ ജപിച്ചതിന് ശേഷം നമുക്ക് പ്രസാദമായിട്ട് വെള്ളപ്പൂവും ചന്ദനവും എല്ലാം കൂടെ നമുക്ക് തിരിച്ചു തരുന്ന കടബാധ്യതമാരാണ്. ഇത് സ്വയം ജപിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ജപിക്കുക. കടങ്ങളും ബാധ്യതകളും ഉള്ളവരുടെയൊക്കെ കടങ്ങളൊക്കെ മാറിക്കിട്ടട്ടെ എന്നും ഐശ്വര്യ സമ്പൽ സമൃദ്ധി ഉണ്ടാകട്ടെ എന്നും എല്ലാ പ്രേക്ഷകർക്കും നന്ദിയും നമസ്കാരവും പറഞ്ഞുകൊണ്ട് ഈ എപ്പിസോഡ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. മറ്റൊരു വിഷയവുമായിട്ട് കാണുന്നത് വരെ വീണ്ടും നമസ്കാരം. കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ.